നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് ലഭ്യതക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റോക്ക് ഉണ്ടെന്നാണ് സർക്കാരുകൾ പറയുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറുകളാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഗ്യാസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നത് നോക്കാം. എല്ലാവർക്കും അമൃതയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസത്തേക്ക് ആണ് സമയം ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്യാസ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. കുറച്ച് നാളും കൂടെ കൂട്ടി ഉപയോഗിക്കാൻ കഴിയും. എന്തൊക്കെയാണ് നമുക്കതിന് വേണ്ടുന്നതെന്ന് നോക്കാം. സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പ് അരിഞ്ഞു വെക്കുന്നതിനുള്ള പച്ചക്കറികളും മറ്റും നേരത്തെ തന്നെ അരിഞ്ഞു വെക്കുക. മസാലകളെല്ലാം തയ്യാറാക്കി വെക്കുക. അതുപോലെ പാത്രം, നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഏതാണോ അത് നേരത്തെ തന്നെ എടുത്തുകൊണ്ട് വെച്ചതിന് ശേഷം മാത്രം സ്റ്റൗ കത്തിക്കാൻ ശ്രമിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ തണുപ്പ് മാറുന്നതിനായി നേരത്തെ തന്നെ ഫ്രീസറിൽ നിന്നും എടുത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറുന്നതിനായി വെക്കുക. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നോർമൽ പാത്രങ്ങളെക്കാളും പ്രഷർ കുക്കർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസും സമയവും നമുക്ക് ലാഭിക്കാൻ കഴിയും. നമ്മൾ അരി വേവിക്കുന്നതിനായിട്ട് എപ്പോഴും റൈസ് കുക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും പകുതി ഗ്യാസ് മാത്രമേ നമുക്ക് ചിലവാവുകയുള്ളൂ. പയർവർഗ്ഗങ്ങളെല്ലാം തലേന്ന് തന്നെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രം നമ്മൾ രാവിലെ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ഉയർന്ന തീയിൽ തന്നെ വേവിക്കാതെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് അടപ്പ് വെച്ച് അടച്ചു മാത്രം വേവിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ കഴിയും. ബർണറിനേക്കാളും ചെറിയ പാത്രങ്ങൾ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കാതിരിക്കുക. ബർണറിനെ സൈസായ ഇടത്തിനുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ വെക്കുക. ബർണറിനേക്കാളും ചെറിയ പാത്രങ്ങൾ നമ്മൾ വെക്കുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. പാത്രങ്ങൾ കഴുകിയതിന് ശേഷം അതിലെ ജലാംശം തുടച്ചു മാറ്റിയതിന് ശേഷം മാത്രം ഗ്യാസിലേക്ക് വെക്കുക. ഗ്യാസ് സ്റ്റൗ യഥാസമയം റിപ്പയർ ചെയ്ത് ശരിയായി കത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ട്യൂബ്, റെഗുലേറ്റർ ഇവയിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പാചകത്തിന് ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അത് വറ്റി വരുവാൻ ഒരുപാട് സമയമെടുക്കും. അതിലൂടെ നമുക്ക് ഒരുപാട് ഗ്യാസും നഷ്ടമാകും. അതുപോലെ ചായ തിളപ്പിക്കുക, പാല് കാച്ചുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ യൂസ് ചെയ്യുക. വെള്ളം തിളപ്പിക്കാനായിട്ട് നമുക്ക് കെറ്റിൽ യൂസ് ചെയ്യാം. പിന്നെ ചിക്കനോ മീനോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ ഫ്രയറുകൾ യൂസ് ചെയ്യാം. ഇതിലൂടെയൊക്കെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ കഴിയും. എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ടും ഗ്യാസ് ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളിൽ സ്റ്റീൽ പാത്രങ്ങളും ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങളും മാത്രമാണ് യൂസ് ചെയ്യാൻ കഴിയുക. എന്നാൽ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പുകളിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ കഴിയും. അലൂമിനിയം, സ്റ്റീല്, മൺകലം തുടങ്ങിയ എല്ലാ പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ഗ്യാസ് സേവ് ചെയ്യാൻ ശ്രമിക്കില്ലേ എല്ലാവരും? കൊറോണയെ അതിജീവിച്ച് വന്നവരാണ് നമ്മളെല്ലാം. പിന്നെയാണോ നമുക്ക് ഈ ഒരു ഗ്യാസിന്റെ ക്ഷാമത്തെ ജീവിക്കാൻ പാട്?